ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മസഖി ആകാശവാണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആകാശവാണിയിലൂടെ പലതരം പരിപാടികൾ നിങ്ങൾക്ക് ആസ്വദിച്ചിട്ടുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് ആകാശവാണിയിലൂടെ വന്നിരുന്ന ശബ്ദരേഖകൾ. സിനിമ എപ്പോഴും തിയേറ്ററിനുള്ളതാണെന്ന് പറയും. വലിയ സ്ക്രീനുകളിൽ കാണികൾക്കൊപ്പം ഇരുന്ന് കൈയടിച്ച് കൂക്കി വിളിച്ച് ആഹ്ലാദിച്ച് കരഞ്ഞൊക്കെ കാണേണ്ട കാര്യമാണ് സിനിമ. പക്ഷെ അത് റേഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ നടീനടന്മാരുടെ ശബ്ദം മാത്രം അല്ലെങ്കിൽ അതിന്റെ പിന്നണി സംഗീതം മാത്രമൊക്കെ കേട്ടിട്ടാണ് ശബ്ദരേഖ ആസ്വദിക്കുന്നത്. അത് വേറൊരു തലത്തിലുള്ള ആസ്വാദനമാണ്. നാം മനസ്സിൽ കാണുകയാണ്, ഓക്കെ, നായകൻ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, നായിക ഇപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്, അവരുടെ മനോവികാരങ്ങൾ ഇത്തരത്തിലുള്ളതാണെന്ന് അവരുടെ ശബ്ദത്തിലുള്ള ആ മാറ്റങ്ങളിലൂടെയാണ് അറിയുന്നത്. പലപ്പോഴും നടീനടന്മാർ മാത്രമായിരിക്കില്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ഇവർക്ക് വേണ്ടി ശബ്ദം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ആ ശബ്ദത്തിലൂടെ നാം അറിയുകയാണ്, ഓക്കെ, ഈ നടനാണ് അല്ലെങ്കിൽ ഈ നടിയാണ് സ്ക്രീനിൽ ഇപ്പോൾ മിന്നി മറിഞ്ഞിട്ടുണ്ടാവുക എന്ന്. 2023 മികച്ച ശബ്ദ കലാകാരിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ സുമംഗലയാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. അപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് ഈ സിനിമയിലെ ഈ പിന്നണിയിൽ നടക്കുന്ന എന്താണ്, ശബ്ദത്തിലെ ഈ മാജിക് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിയാം. ഒപ്പം സുമംഗല മേഡത്തിന്റെ ആകാശവാണി ഓർമ്മകളും അറിയാം. സ്വാഗതം ആത്മസഖിയിലേക്ക്. നമസ്കാരം. അപ്പൊ ഞാൻ ആദ്യം സുമംഗല മേഡത്തിനെ കൊണ്ടുപോകുന്നത് കുട്ടിക്കാലത്തേക്കാണ്. ആകാശവാണി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു കുട്ടിക്കാലത്ത് ഒരു ആകാശവാണി ഓർമ്മയുണ്ടാവും. അതെ അതെ. എന്നാണ് ആകാശവാണിയൊക്കെ കേട്ടു തുടങ്ങിയത്? അല്ലെങ്കിൽ ഈ റേഡിയോയിലൂടെ ഒഴുകി വരുന്നത് അതിന്റെ പേര് ആകാശവാണി എന്നാണ്, ഇതിൽ പാട്ടുകൾ വരുന്നുണ്ട് അന്നൊക്കെ. എന്നാണ് അതിന്റെയൊക്കെ ഒരു ആദ്യത്തെ ഓർമ്മ? ഒരു 5 വയസ്സിലായിരിക്കാം, ഏകദേശം ഓർമ്മയാണ്. അന്ന് ഞാനും അച്ഛനും അമ്മയും ഒരു കുഞ്ഞനീത്തി ആയിട്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. വലിയൊരു മർഫി റേഡിയോ, ഭംഗിയുള്ളൊരു കുട്ടിയുടെ പടമുള്ള റേഡിയോ വീട്ടിലുണ്ട്. പക്ഷെ ആ റേഡിയോ ഓൺ ചെയ്യുന്നത് അച്ഛനോ അമ്മയോ എപ്പോഴെങ്കിലും ഓൺ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതിൽ കൂടി വരുന്ന പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് ബാലലോകം വെച്ച് തരും എനിക്ക്. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് റേഡിയോ അമ്മാവൻ വരും, ബാലലോകം കേൾക്കും. കുറേ കുട്ടികൾ പാടുന്നത്, കഥ പറയുന്നത്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് കേൾക്കും. അതാണ് എൻ്റെ ആദ്യത്തെ റേഡിയോ അനുഭവം എന്ന് പറയുന്നത്. അപ്പം ഞായറാഴ്ച ഉച്ചയ്ക്ക് റെഡി ആയിരിക്കണം, അതിന് പഠിക്കാനുള്ള എല്ലാം പഠിച്ച് കേൾപ്പിച്ചാലേ ഇത് വെച്ച് തരുള്ളൂ എന്ന അമ്മയുടെ ഒരു കണ്ടീഷനുണ്ട്. അപ്പം അതിനു മുമ്പ് കാണാപ്പാടം എല്ലാം അമ്മയെ പഠിച്ച് കേൾപ്പിക്കും. എന്നാലാണ് ഈ റേഡിയോ വലിയൊരു ഷെൽഫിന്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പൊ എനിക്ക് എത്തുന്നില്ല, ഞാൻ അത് തൊടാൻ പാടില്ല എന്ന് നിർബന്ധമാണ്. കാരണം നമുക്കൊരു കൗതുകം ഉണ്ടാവും, അതെ, എന്താണ് ഇതിന്റെ സംഭവിക്കുന്നത്, എവിടുന്നാ ഈ ശബ്ദം വരുന്നത്, ഈ അമ്മാവൻ എവിടെയാ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള വല്ലാത്തൊരു ആങ്സൈറ്റി എനിക്ക്. ഞാൻ ആരും കണ്ടില്ലെങ്കിൽ ഈ ഷെൽഫിൽ ചവിട്ടി കയറി എത്തി നോക്കാറുണ്ട്, അതിനകത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ, മുഖം കാണുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചിട്ടുള്ള ആ പ്രോഗ്രാമാണ് ബാലലോകം എന്ന്. എന്നെങ്കിലും എനിക്കും ഇതുപോലെ പാട്ട് പാടണം റേഡിയോയിൽ, അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നതെന്ന്. അന്ന് തിരുവനന്തപുരത്താണ്. അപ്പൊ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ആകാശവാണിയുടെ മുമ്പിലൂടെയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടോ കുട്ടിക്കാലത്ത്? സ്കൂൾ അതിനടുത്താണ്, കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളാണ് ഞാൻ ഹൈസ്കൂൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ആകാശവാണി എന്ന് അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ അവിടുത്തെ ഒരു A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. നാടകങ്ങൾ ചെയ്യും, നാടകം എഴുതും, ചെറിയ രൂപകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ കൂടെ കൈ തൂങ്ങി 1-2 തവണ റേഡിയോ സ്റ്റേഷന്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അന്ന് CS രാധാദേവി, TP രാധാമണി, ഗംഗാധരൻ നായർ സാർ, ഒരുപാട്, രാമൻകുട്ടി നായർ സാർ, G ഭാർഗവൻ പിള്ള, ഇവരെയൊക്കെ പിന്നീടാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. ഇവരെല്ലാവരും വന്ന് ലോഹ്യം ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സുകുമാരന്റെ മകളാണല്ലേ, എന്ത് ചെയ്യുന്നു, എത്രാം ക്ലാസ്സിലായി എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. ശ്രോതാക്കളോട് പറയട്ടെ,
സുമംഗല മാഡത്തിന്റെ അച്ഛൻ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സുകുമാർ ആണ്. അദ്ദേഹം ദീർഘകാലം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനോടൊപ്പം തന്നെ ആകാശവാണിയിലും സഹകരിച്ചിരുന്നു. മികച്ചൊരു ഗായകൻ കൂടിയാണ് അദ്ദേഹം, കാർട്ടൂണിസ്റ്റ് മാത്രമല്ല. അപ്പോ അന്നത്തെ ആ സുകുമാർ സാറിന്റെ കൈ പിടിച്ച് ആകാശവാണിയുടെ വരാന്തയിലൂടെ പോയ ഓർമ്മകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ആകാശവാണിയിലെ അതുല്യ ശബ്ദ കലാകാരന്മാരായിരുന്നു ഇപ്പോ താങ്കൾ പറഞ്ഞ ആ പേരുകളൊക്കെ. അപ്പൊ അന്നൊക്കെ ഓർത്തിരുന്നോ ഞാനും ഇവരുടെ ഒരു പാത പിന്തുടർന്ന്? അയ്യോ, ഒരിക്കലും ഇല്ല. ഒരു വിദൂരമായ ആഗ്രഹം മനസ്സിൽ അവശേഷിച്ചത് ബാലലോകത്തിലെങ്കിലും വരണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് സാധിക്കുന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ സ്കൂളിൽ ഈ ബാലലോകത്തിന് ഒരു ബാലലോകം കൂട്ടം ക്ലബ്ബ് രൂപീകരിച്ചു. അപ്പൊ അതിൽ ഞാൻ ഭാഗ്യം കൊണ്ട് ഇൻവോൾവ് ആയി. അച്ഛന്റെ കെയർ ഓഫിലൊക്കെയാണ് ഇൻവോൾവ് ആയെന്ന് തോന്നുന്നു. കാരണം അന്ന് അത്ര വലിയ പ്രകടനമൊന്നും ഞാൻ കാഴ്ചവെച്ചിട്ടില്ല സ്കൂളില്. അത്യാവശ്യം ലളിതഗാനമൊക്കെ പാടും, അത്രയേ ഉള്ളൂ. അതും അച്ഛൻ തിരുത്തി തന്നിട്ട് പാടി. ചിലപ്പോൾ 3rd പ്രൈസ് ഒക്കെ അവിടെ വരെയൊക്കെ എത്താറില്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് ഫസ്റ്റ് ഒന്നും വാങ്ങുന്ന ലെവലിലേക്കൊന്നും എത്തിയിട്ടുണ്ടായില്ല. പക്ഷേ കവിത പാടാൻ വേണ്ടിയിട്ട് എന്നെ അവര് വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ബാലലോകം ക്ലബ്ബ് അന്നത്തെ പല സ്കൂളുകളിലും അവിടത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മികച്ച സ്കൂളിൽ ഒന്നായിട്ടുള്ള കോട്ടൺ ഹിൽ സ്കൂളിലാവുമ്പോൾ അതിന് കൂടുതൽ മികവ്. അന്ന് നല്ല കടുത്ത മത്സരമായിരിക്കും ഇതിലൊന്ന് കയറി പറ്റാൻ. കാരണം ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഒരുപാട് പ്രസിദ്ധരായ സാഹിത്യകാരന്മാരുടെയും കവികളുടെയും മക്കളുണ്ട്. ONV കുറുപ്പ് സാറിന്റെ മകളുണ്ട്, മായാദേവി കുറുപ്പ്. പിന്നെ നമ്മുടെ ചിത്ര, ഏറ്റവും ആദ്യം പറയേണ്ടത് ചിത്രയാണ്. പിന്നെ ഹേമലത, ഒരുപാട് കുട്ടികൾ അന്ന് ടാലന്റഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചേർന്ന ആ ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ റേഡിയോ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഇന്ന ആളെ ഇന്നതിലേക്ക് ഇടാം എന്ന് അവർ തീരുമാനിക്കുന്നു തോന്നുന്നു എന്നോട്. അപ്പോ എന്നോട് എപ്പോഴും നാടകം ചെയ്യാൻ പറയാറുണ്ട്. നാടകത്തിലെ കഥാപാത്രങ്ങൾ മിക്കവാറും പഞ്ചതന്ത്ര കഥകളായിരിക്കും. അപ്പൊ ഈ കുറുക്കൻ അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളുണ്ടല്ലോ. അപ്പൊ അത് 2 തരത്തിലുള്ള ശബ്ദമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിച്ചിട്ട് കുറുക്കനും ആകും, കാക്കയാകാം, അല്ലെ കഴുതയാവാം. അങ്ങനത്തെയൊക്കെ കുറുക്കൻ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ആ രീതിയിലുള്ള ഇത് പറയിക്കും എന്നെ കൊണ്ട്. എന്താ ആരാ എന്നുള്ള വേറൊരു ശബ്ദം ചെയ്യിക്കും. അപ്പൊ എനിക്ക് തന്നെ അത് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല ഇവര് പറഞ്ഞു തരുമ്പോ എന്നുള്ള ഒരു സന്തോഷത്തില് നാടകത്തില് ഈ മൃഗങ്ങളുടെ നാടകത്തിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവാറുണ്ടായിരുന്നു. നമ്മുടെ ആത്മവിശ്വാസം ഉയരുകയാണല്ലോ. ഇങ്ങനൊരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ അന്ന് തന്നെ അറിയായിരുന്നു. അപ്പൊ ശബ്ദം മാറ്റിയൊക്കെ ചെയ്ത് ശബ്ദം വെച്ചിട്ടൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ടീച്ചർമാരും കണ്ടെത്തി. അപ്പൊ ഈ റേഡിയോ ക്ലബില് അവിടെ റേഡിയോ പരിപാടികൾ ആസ്വദിക്കുക മാത്രമല്ല, റേഡിയോയിലേക്ക് കത്തുകൾ എഴുതും. ബാലലോക അമ്മാവന് കത്തുകൾ എഴുതുക, പിന്നെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വിഭാവനം ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ റേഡിയോ ക്ലബിന്റെ ഭാഗമായിട്ട് അത് നടന്നിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. കത്ത് വായിക്കുമ്പോ ഞങ്ങളുടെ സ്കൂളിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ആ സമയത്തുള്ള കത്ത് വായിക്കുമ്പോ ഈ കുറുക്കനെ പറ്റി എങ്ങാനും ആരെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷയില് മുഴുവൻ കത്തുകളും തീരുന്നവരെ കേട്ടിരിക്കും. അതിൽ അവതരിപ്പിച്ച ആ കുറുക്കന്റെ ശബ്ദമുള്ള കുട്ടി നന്നായി ചെയ്തു എന്നെങ്ങാനും പറഞ്ഞാലോ വന്നാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ. അതെങ്ങാനും കേട്ടിരുന്നെങ്കിൽ വീട്ടിലിരുന്നാണല്ലോ കേൾക്കുന്നത്, അല്ലെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മുമ്പിൽ ഞെളിയാനുള്ള ഒരു അവസരം കൂടെയാണ്. അപ്പോ അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു വിദ്യാഭ്യാസമൊക്കെ. പിന്നീട് ബാലലോകത്ത് നിന്ന് അല്ലാതെ പിന്നെ റേഡിയോയിലേക്ക് പോകാനിടയായോ? പിന്നീട് എനിക്കിഷ്ടമുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ലളിത സംഗീത പാഠം. അപ്പൊ അത് സ്കൂളിൽ ആവശ്യമുള്ളതുമാണല്ലോ, പല കോമ്പറ്റീഷൻസിനും ലളിതഗാനങ്ങൾ വേണം. അപ്പോൾ അത് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു, എഴുതിയെടുക്കുമായിരുന്നു. ഇപ്പോഴും എൻ്റെ ഒരു 150-150 ലളിതഗാനങ്ങളുടെ കളക്ഷൻ അന്നത്തെ എഴുതിയെടുത്തത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിൽ പലതും ഞാൻ സ്കൂളിലും കോളേജ് ലെവലിലും ഒക്കെ പാടിയിട്ടുണ്ട്. ഇപ്പോ കുറച്ച് ശബ്ദത്തിന് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല. നമുക്കൊന്ന് മൂളി കേട്ടാ മതി. ഓടക്കുഴലേ ഓടക്കുഴലേ ഓമന താമര കണ്ണന്റെ ചുംബന പൂമധു നുകർന്നവളേ രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ.
അത് നന്നായി തന്നെ പാടി, വളരെ നന്നായി തന്നെ പാടി. ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ശബ്ദത്തിൽ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ. ഇല്ല, ഇപ്പൊ വൈബ്രേഷനൊക്കെ വരുന്നുണ്ട് ത്രോട്ടിന്. ഡബിങ് ചെയ്തു പോകാം, പാട്ടിന് അങ്ങനെയല്ല, ശബ്ദം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണല്ലോ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുറച്ച് രോഗ അവസ്ഥ ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണ്. ഇപ്പൊ ഈ ലളിത സംഗീത പാഠം പലരും പറയാറുണ്ട്. എം.ജി. രാധാകൃഷ്ണൻ സാറ് പോലുള്ള മഹാരഥന്മാരാണ് അവിടെ ഗുരുക്കളായിരിക്കുക. അപ്പോൾ കേരളത്തിലാകമാനം അദ്ദേഹത്തിന് ശിഷ്യഗണങ്ങളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റേഡിയോയിൽ വരുമ്പോ എഴുതിയെടുക്കാൻ പാകത്തിന് അത്രയും പതുക്കെ അത്രയും ആളുകളിലേക്ക് എഴുതിയെടുക്കാനുള്ള സമയം അത്രയും അദ്ദേഹം അത് 2 വരികൾ വീണ്ടും വീണ്ടും പറയും. എല്ലാവരും അത് എഴുതിയെടുക്കുകയും അദ്ദേഹത്തോടൊപ്പം പാടുകയും ഒക്കെ ചെയ്യും. അദ്ദേഹത്തിന്റെ അവിടെ ശിഷ്യരായി ഇരുന്നതിൽ കൂട്ടത്തിൽ കെ.എസ്. ചിത്രയൊക്കെ ഉണ്ട് അന്ന്. അപ്പൊ അങ്ങനെ പല പാട്ടുകൾ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ട്. ലളിതഗാനം ഒരു ഇഷ്ട മേഖലയായിരുന്നു. അതെ, ഇദ്ദേഹം മാത്രമല്ല, ഓർക്കേണ്ട ഒത്തിരി പേരുകളുണ്ട്. പെരുമ്പാവൂർ സി രവീന്ദ്രനാഥ്, പിന്നെ രത്നാകരൻ സാറുണ്ട്, ഉദയഭാനു സാറുണ്ട്. ഇവരൊക്കെ വെറൈറ്റീസ് ഓഫ് മെലഡീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരാളായിട്ട് മാച്ച് ചെയ്യാനേ പറ്റില്ല മറ്റാളുടെ. കാവാലൻ നാരായണ പണിക്കർ സാറിന്റെ കൃതികൾക്ക് പ്രത്യേകതയുള്ള കൃതികളാണല്ലോ അതെല്ലാം. അതിന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ് സംഗീതം കൊടുത്തു കഴിഞ്ഞ ഒരു പ്രത്യേകതയാണ്. നമുക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ല. ഇപ്പോ പൂക്കൈതയാറ് അവൾ പൂക്കൈതയാറ് അവളൊരായിരം കഥ പറഞ്ഞു, പറഞ്ഞിട്ടും തീരാത്ത കഥകളൻ ഗ്രാമത്തിൻ ചെവിയിൽ പകർന്നൊഴുകി അവൾ പൂക്കൈതയാറ്. ഇപ്പം ഈ ലളിതഗാന ശാഖ തന്നെ അതൊരു ആകാശവാണിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയാം. കാരണം സിനിമാ ഗാനങ്ങളും അല്ല, കൂടുതൽ ശാസ്ത്രീയ രീതിയിലേക്ക് പോകുന്നതല്ല, ഇതിന്റെ ഒരു മിഡിൽ പാത്ത് അല്ലെ, ഒരു മധ്യ. ആ പേര് പോലെ തന്നെ ലളിതമായ ഗാനങ്ങളാണ്. കേൾക്കുമ്പോഴുള്ള അതികഠിന പദങ്ങളൊന്നും ഇല്ലാത്ത, ആർക്കും പാടാവുന്ന അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള പാട്ടുകളാണ്. അത് മാത്രമല്ല, അത് കുറച്ചും കൂടെ ജനകീയവൽക്കരിക്കാനും സാധിച്ചു. നമുക്കിങ്ങനെ നമുക്കിവിടെ ഉത്സവങ്ങൾ ധാരാളം ഉണ്ട്, വിഷു, ഓണം. അപ്പൊ അതിനെല്ലാം പാടാവുന്ന തരത്തിലുള്ള ആ സാഹചര്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള പാട്ടുകളും ധാരാളമായിട്ട് രചിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ ആസ്വദിച്ച വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കുന്നു. തുടർന്ന് എങ്ങനെയായിരുന്നു സ്കൂളിൽ നിന്ന് കോളേജിലേക്കുള്ളതൊരു വലിയ ഡിഫറൻസ് വന്നു. കാരണം അനിയത്തി ആ സമയത്ത് സുഖമില്ലാതൊക്കെ കൂടുതലായി, അവള് മരണപ്പെട്ടു, അങ്ങനെയൊക്കെയല്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും കുറച്ച് ഒറ്റപ്പെട്ട്, എന്നെ കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് മാറി. സെന്റ് തെരേസാസിലാണ് ഞാൻ പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്ലസ് ടു അല്ല. കൊച്ചിയിലേക്ക് വന്നു, ഹോസ്റ്റലിൽ നിന്നു. എന്റെ മുത്തശ്ശിയൊക്കെ ഇവിടെ ഉണ്ട്, വൈറ്റിലയിലുണ്ട്. അപ്പൊ അവരുടെ ഒരു സംരക്ഷണയിൽ ആഴ്ചയിൽ അവിടെ പോവുക, വരിക, ഹോസ്റ്റലിൽ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ലെവലിലായിരുന്നു പിന്നത്തെ പഠനമൊക്കെ. അപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് വരികയാണ്. രണ്ടും പക്ഷേ രണ്ട് രീതിയിലുള്ള ഒരു നഗരമാണല്ലോ. കുറച്ചൊക്കെ ഒരു സാംസ്കാരിക നഗരം, രാജപാതകൾ അല്ലെ, രാജാവിന്റെ കാലത്തുള്ള കെട്ടിടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കൊച്ചി കുറച്ചും കൂടെ എന്താ പറയാ, ഒരു വിനിമയം, വാണിജ്യ നഗരമാണ്. ആളുകൾ തിരക്കിലാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരും ബിസിയാണ്, ആൾക്കാരും തിരക്കിലാണ് അല്ലെ. മറ്റേതുപോലെ അവിടെ നേപ്പിയർ മ്യൂസിയത്തിലൊക്കെ പോയി ആളുകൾ നടക്കാൻ പോവുകയും അതിനൊപ്പം റേഡിയോ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഓട്ടത്തിലാണ് എപ്പോഴും, സമയമില്ല ആർക്കും. റേഡിയോ സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് കേൾക്കുന്നവരായിരുന്നു ഞാൻ കാണുന്ന അന്നത്തെ എറണാകുളംകാരൊക്കെ. അന്ന് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ റേഡിയോ മിസ് ചെയ്തു. എന്താണ് ആളുകളൊന്നും കേൾക്കാത്തത്? അതെ, പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊന്നും ഉള്ള സൗകര്യമില്ല. ആകെ പ്രയറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അവിടെ മൈക്കിലൂടെയൊക്കെ കേൾക്കാറുള്ളൂ. അതെ. പിന്നെ ഒരു ബ്ലെസ്സിങ് വന്നത്, സുജാത അവിടെ ക്ലാസ്മേറ്റ് ആയിട്ട് വന്നു ലാംഗ്വേജിന്. ഞാൻ സയൻസും സുജാത മറ്റെന്തോ സബ്ജക്റ്റും ആയിരുന്നു. അപ്പോൾ സുജാതയുടെ ലാംഗ്വേജ് ക്ലാസ്സിലെ പ്രയർ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും പ്രയർ ഉണ്ടാവും. അപ്പൊ ഈ ലാംഗ്വേജ് ക്ലാസ്സിലെ പ്രയർ സുജാതയുടെ കേൾക്കാൻ വേണ്ടി നമ്മളൊന്ന് കാത്തിരിക്കും. അത്രയും അസതോമ സദ്ഗമയ എന്നുള്ള ഇതില്ലേ, അതൊക്കെയാണ് പാടുക. അപ്പോ അത് അങ്ങനെ സുജാതയും എന്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം സുജാത വരുന്നു. അതെ, അവരോടൊക്കെ ഒപ്പം ചേർന്ന് പഠിച്ചു പോകാൻ, അല്ലെങ്കിൽ അവരുടെ സംഗീതം കുട്ടിക്കാലത്തെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്
വലിയൊരു കാര്യമാണ്. അവരുടെ വളർച്ചയുടെ ഒരു സാക്ഷിയാവാൻ സാധിച്ചല്ലോ അല്ലെ? നമ്മുടെ ഒപ്പം കളിച്ചു വളർന്ന കുട്ടികൾ അതിങ്ങനെ പടിപടിയായി അവർ വരുന്നു, സിനിമകളിലൊക്കെ പിന്നണി പാടുന്നു. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു പാട്ടോർമ്മ എന്താണ്? അന്നൊത്തിരി പാട്ടുകളും ആസ്വദിച്ചിട്ടുണ്ടാവില്ല, കാരണം നമുക്കെപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അതിന്റെ ഒരു വിങ്ങലുണ്ടാവും. മാത്രമല്ല ജീവിതത്തിലും അങ്ങനെ കുറച്ച് ദുഃഖകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പൊ ചിലർ സംഗീതത്തിലാണ് അഭയം തേടുക. പാട്ട് കേൾക്കുമായിരുന്നു അന്ന്? പാട്ട് കേൾക്കുമായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് എനിക്ക്. ആ തത്സമയ സംഗീതം കൂടുതൽ ഇഷ്ടമാണ്. അപ്പോ ഞാൻ കോളേജ് ലെവലിലേക്ക് വന്നപ്പോഴേക്കും ഈ തിരുവോണപ്പുലരിയിൽ അത് എല്ലായിടത്തും കേൾക്കുന്ന ആ ഇടയ്ക്ക് ഇറങ്ങിയ പാട്ടാണെന്ന് തോന്നുന്നു. സിനിമ ഏതാന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ഉൾക്കടലിലെ പാട്ടുകളുണ്ടല്ലോ, ശരബിന്ദു, മലർദീപനാളം നീട്ടി, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. അപ്പൊ അതൊക്കെ പാടുക ഹോസ്റ്റലിൽ ഒഴിവു സമയങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ആനന്ദകരമാക്കാറുണ്ടായിരുന്നു. എന്റെ സംഗീതം കൊണ്ട് ഞാൻ പൊലിപ്പിക്കാറുണ്ടായിരുന്നു. ഡോർമെട്രിയാണ്. അപ്പോൾ ഞങ്ങള് 5 ബെഡ് ഉള്ളതാണ് ഒരു ഡോർമെട്രി. ഈ 5 കട്ടിലും കൂടി ഒരുമിച്ച് കൂട്ടി ഇട്ടിട്ട് സ്റ്റേജ് ആക്കിയിട്ട് പാടുക, സിസ്റ്റർ വരുമ്പോൾ ഓടി ഒളിക്കുക, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടന്നിരുന്നു. പിന്നെ പാട്ടായതുകൊണ്ട് സിസ്റ്ററും അനുവദിച്ചു തരും. വോളിയം കുറയ്ക്കണം, ഇത്തിരി ഉപദ്രവം, മറ്റുള്ളവർക്ക് പഠിക്കണവർ പഠിച്ചോട്ടെ, നിങ്ങളേതായാലും പഠിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോവുമായിരുന്നു. ഈ ഉൾക്കടലിലെ പാട്ടുകളൊക്കെ പേർത്തും പാടി എല്ലാരെയും ആനന്ദിപ്പിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ആ സമയത്ത് സിനിമാ ഗാനങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് കേൾക്കുന്ന അന്നത്തെ പാട്ടുകൾ പിന്നെ കേട്ട് പിന്നെ ആ സിനിമയിൽ അന്ന് വിഷ്വലിന് കൂടുതലും വരികളാണല്ലോ നമ്മളെ മനസ്സിൽ ഓർക്കുന്നത്. പാട്ട് വീണ്ടും കേൾക്കുന്നു, വരികൾ പിന്നെ മനസ്സിൽ കൊണ്ടുവരുന്നു. ഇതിന്റെ വിഷ്വൽ എങ്ങനെ ആയിരിക്കും എന്ന് പോലെ നമുക്കറിയില്ല. ചിലപ്പോൾ മനസ്സിൽ വേറൊരു ചിത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഉൾക്കടലിലെയൊക്കെ പാട്ട് പിന്നീട് കണ്ടിട്ടുണ്ടോ സ്ക്രീനിൽ? പിന്നെ കണ്ടിട്ടുണ്ട്. അന്നൊന്നും നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേ അല്ല ഇതൊന്നും പോയിരിക്കുന്നതെന്നും മനസ്സിലായി. കാരണം നമ്മുടെ ഒരു ബാലിശമായ കുട്ടി സങ്കല്പങ്ങളൊക്കെയാണ്. എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി എന്ന് പാടി കേൾക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള സങ്കല്പമേ അല്ല പിന്നീട് ആ വിഷ്വല് ഞാൻ കണ്ടപ്പോ സംവിധായകൻ വേറെ ഒന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് ഇവിടെയായിരുന്നു, കൊച്ചിയിലായിരുന്നു കലാലയ ജീവിതം, ഇവിടെയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് റേഡിയോയിലേക്ക് പിന്നെ ഒരു തിരിച്ചുപോക്ക് എന്നാണ് ഉണ്ടായത്? നമുക്ക് ഇനി റേഡിയോ കേൾക്കാൻ പറ്റുന്ന ഒരു അവസരം പിന്നെ എങ്ങനെ? പിന്നെ വിവാഹത്തോടെയാണ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി ലെവലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വിവാഹത്തിലേക്ക് വന്നു. അതൊരു ലവ് മാരേജും കൂടെ ആയിരുന്നു. ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ ഈ കലാ ഇതൊക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഏറ്റവും ആദ്യം വാങ്ങിത്തന്നത് റേഡിയോ തന്നെയാണ്. അന്ന് പിന്നെ ഞങ്ങളുടെ കാലത്ത് 80-ലാണ് എന്റെ കല്യാണം. അപ്പൊ 80-ൽ TV ഒന്നും ഞങ്ങൾക്ക് അവൈലബിൾ അല്ല. അപ്പോ റേഡിയോ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പൊ അന്നും ഈ കുറച്ചൊക്കെ സംഗീത ശില്പം അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ആസ്വദിക്കാറുണ്ടായിരുന്നു. നാടകങ്ങൾ, പിന്നെ അച്ഛൻ വിളിച്ചു പറയും അച്ഛന്റെ നാടകം വരുന്നുണ്ട്, നാടകോത്സവം ഉണ്ടാവല്ലോ, അതിൽ ഇത്രാമത്തെ നാടകം അച്ഛന്റെയാണ്. അദ്ദേഹത്തിന്റേത് നമ്മുടെ കാർട്ടൂൺ ആസ്വദിക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടി തമാശ കലർന്ന നാടകമായിരിക്കുമല്ലോ. ആളുകൾ കൂടുതൽ ഇഷ്ടം അതാണ്, ചിരിക്കാനുള്ള സാധ്യതയുള്ള നാടകം. അന്നത്തെ നാടകോത്സവ ഓർമ്മകൾ ഏതൊക്കെയായിരുന്നു? വെറൈറ്റി നാടകമാണല്ലോ. പക്ഷെ എനിക്ക് അത്രത്തോളം ഈ നാടക കൃത്തുക്കളെ കുറിച്ച് അറിയില്ല. എന്നാലും കിട്ടി മുഹമ്മദ് അദ്ദേഹത്തിന്റെയൊക്കെ നാടകങ്ങൾ വളരെ ഇതായിട്ട് ടച്ചിങ് ആയിട്ട് സാമൂഹിക പ്രസക്തിയുള്ള നാടകങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന് എന്നെ ആ കഥ മാത്രം വല്ലാണ്ട് ഒലച്ച് ഇത്ര വർഷമായിട്ടും മനസ്സിൽ കിടക്കുന്ന ഒരു നാടകമുണ്ട്. ഒരു സ്ത്രീയെ, മോശം സ്ത്രീ, ഒരു അഭിസാരിക ആയി നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട്, പക്ഷെ അവളെ രഹസ്യമായിട്ട് എല്ലാവർക്കും താല്പര്യമാണ്. പകൽവെട്ടത്ത് അവളെ എല്ലാവരും പുച്ഛിക്കും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഈ ജാതി ഇതിന് എതിരും കൂടിയാണത്. ബ്രാഹ്മണർ തൊട്ട് ഏറ്റവും അധകൃതനായവൻ വരെ ഇവളെ രഹസ്യമായി പ്രാപിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ ഇവളെ ശിക്ഷിക്കണം, ഇവളാണ് ഈ നാടിന്റെ ആപത്ത് എന്ന് പറഞ്ഞിട്ട് മഴ പെയ്യുന്നില്ലയോ, അങ്ങനെ എന്തോ ഒരു ദുരന്തം ആ നാട്ടിലുണ്ടാവുമ്പോൾ ഇവള് നശിച്ചാലേ നാട് രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ഞാൻ സ്വയം നശിക്കുകയൊന്നുമില്ല, നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്നെ നശിപ്പിക്കുകയാണെങ്കിൽ നശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ദൈവത്തറയോ അങ്ങനെ എന്തോ ഒരിടത്ത് കൂടുന്നു. അവിടെ വെച്ച് ഇവളോട് പറയാണ്, നീ ഇവിടെ നിൽക്കുക, നിന്നെ ഞങ്ങൾ വധിക്കാൻ പോവുകയാണ്.
ഓരോരുത്തർക്കും ഇഷ്ടം. അവളെ അങ്ങനെ കൊല്ലാം, ഇങ്ങനെ കൊല്ലാം, വെട്ടിക്കൊല്ലണം, അവൾക്ക് വിഷം കൊടുക്കണം, അവളെ കല്ലെറിഞ്ഞു കൊല്ലണം, അവൾ ഓടട്ടെ, അങ്ങനെയൊക്കെയുള്ള പല തീരുമാനങ്ങൾ വരുന്നു. പക്ഷെ അവള് എല്ലാം എന്തും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷെ ഒരു അശരീരിയോ അങ്ങനെ എന്തോ, എനിക്ക് വേഗമായിട്ടുള്ള ഓർമ്മയുള്ളൂ, ഒരു അശരീരിയാണെന്ന് തോന്നുന്നു. ഓരോരുത്തരും പോയി ഇവളെ സ്പർശിക്കണം. ആ സ്പർശിക്കുന്ന ആൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അയാൾ പ്യുവറാണ്, അയാൾ പരിശുദ്ധനാണ്. ആരെങ്കിലും സ്പർശിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളും തെറ്റുകാരനാണ്. കാരണം ഇവള് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ചീത്തയാവില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും എന്നെ ചീത്തയാക്കാതെ ഞാൻ എങ്ങനെ ചീത്തയാവും? അപ്പൊ നിങ്ങൾ ആരാണ് എന്നെ ചീത്തയാക്കിയത്? അത് അറിയണ്ടേ നാട്ടുകാർക്ക്? അവരെയും കൂടി അയാളെയും കൂടി ശിക്ഷിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നാട്ടുകാർ കൂടിയിട്ട് പറയും, ആദ്യം ബ്രാഹ്മണ ഇല്ലത്തെ തിരുമേനി പോയി തൊടട്ടെ എന്ന് പറയും. അപ്പോൾ ഓരോരുത്തരും തൊടുന്നതിന് അവർക്ക് പേടിയുണ്ട്, കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ അടുത്തേക്ക് ചെല്ലുന്നില്ല, നിർബന്ധിക്കുന്നു, എല്ലാവരും തൊട്ടേ പറ്റൂ എന്ന് പറയുന്ന. അവസാനം തൊട്ടിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഓ, ഞാൻ രക്ഷപ്പെട്ടു, എനിക്കൊരു കുഴപ്പമില്ല, ഇനി അടുത്ത നായര് തൊടട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുക. അങ്ങനെ ഓരോരുത്തരും, നാട്ടുപ്രമാണി, മൂപ്പൻ, അങ്ങനെയുള്ളവരൊക്കെ തൊടാണ്. അവസാനത്തെ ആളും തൊട്ട് കഴിയുമ്പോൾ തൊട്ടിട്ട് തിരിച്ചു വരികയാണ്, ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ എല്ലാവരും പറയും, ഞങ്ങൾ തെറ്റുകാരല്ല, കണ്ടോ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആ നിമിഷത്തിൽ ഈ നിരന്ന് നിൽക്കുന്ന എല്ലാ പ്രമാണിമാരും അഗ്നിക്കരയാകുകയാണ്. ഇവള് ഒരു ദേവതയെ പോലെ അല്ലെങ്കിൽ ഒരു ഭദ്രകാളിയുടെ രൂപത്തിലോ അലറിച്ചിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് നാടിന്റെ നാശം എന്നുള്ളത്? അങ്ങനെ ഒരു നാടകം ഞാൻ കേട്ടു. അത് ഇന്നും എൻ്റെ മനസ്സിൽ, ഒരു സ്ത്രീയെ എത്രത്തോളം അപമാനിച്ചു അതിനകത്ത് എന്നൊക്കെയല്ല, ഇപ്പോഴാണ് അത് ഡീപ്പായിട്ട് മനസ്സിലാകുന്നത്. തീർച്ചയായും അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, വേഗമായിട്ടാണെന്ന് പറഞ്ഞ പോലും വളരെ അതിന്റെ അകത്തുള്ള ചെറിയ ഡീറ്റെയിൽസ് വരെ ഉൾക്കൊണ്ടാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ അത് എത്രമാത്രം പ്രഭാവം നമ്മുടെ മനസ്സിൽ ചെലുത്തി കാണും അല്ലെ. ഒരു റേഡിയോ നാടകം ഇത്ര ആളുകളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ചിന്ത ഉദ്ദീപിക്കാൻ അതെ, ആ ദൈവത്തറയും ആ സ്ത്രീയെയൊക്കെ ഞാൻ ശരിക്കും ഇപ്പോഴും കാണുന്നുണ്ട് മനസ്സിൽ. അത്രയും ആ നാടകത്തില് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ, സുകുമാർ സാറിന്റെ നാടകങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും എന്റെ പേരോ കഥാപാത്രങ്ങളോ ചിലപ്പോ ഡിസ്കസ് ചെയ്യാറുണ്ടോ ഇതായിട്ട്? ഞാൻ ഇങ്ങനെ ഒരെണ്ണം എഴുതുന്നുണ്ട്, കഥ ഇങ്ങനെയാണ് പോകുന്നതെന്ന്, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഈ അച്ഛൻ മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പൊക്കെ ആണ് അച്ഛൻ പറയുമായിരുന്നത്. അതിനു മുമ്പൊക്കെ അച്ഛന്റെ സാഹിത്യ ലോകത്തിൽ നമ്മളാരും കടന്നു ചെല്ലാറില്ല, വലിയ താല്പര്യം അച്ഛൻ പറയാറില്ല, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അല്ല, പലപ്പോഴും ചിലപ്പോൾ കഥാകൃത്തുക്കൾക്ക് അവർക്കൊരു സർപ്രൈസ് എലമെന്റ് കീപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. കാരണം ഞാനീ കഥ ആദ്യം പറയുന്നത് ഇത് നിങ്ങൾ അനുഭവിച്ചറിയൂ, ഒരു അനുവാചകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെക്കാൻ, ചിലപ്പോൾ അവിടെ ബന്ധങ്ങൾക്കപ്പുറം ഒരു ആസ്വാദകൻ എന്ന നിലയിൽ എന്തായിരിക്കും അവർക്ക് ഉണ്ടാവുന്ന വികാരം എന്താകുന്ന അറിയാനായിരിക്കും താല്പര്യം. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അത് മൂടി വെക്കും. എല്ലാ പുസ്തകത്തിന്റെയും ഒരു കോപ്പി തരും, എന്നിട്ട് വായിച്ചിട്ട് നിന്റെ അഭിപ്രായം പറയണം. അത് സ്നേഹപൂർവ്വം മോൾക്കെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി, അത് കളക്ഷൻ ഉണ്ട് എന്റെ കയ്യില്. പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടാറുള്ളൂ, അതിന് മുമ്പുള്ള പ്രീ കോപ്പികളൊന്നും കഥയൊന്നും പറഞ്ഞ് സർപ്രൈസ് പൊട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അച്ഛന്റെ നാടകം കേട്ടത് പ്ലഗുകൾ എന്ന് പറഞ്ഞൊരു നാടകം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതാണ് ഓർമ്മയിലുള്ളത്. അത് ഈ തുളു ബ്രാഹ്മണരുടെ തന്നെ ഒരു കഥയാണ്. അപ്പൊ അച്ഛൻ ശാന്തി കഴിച്ചിരുന്നതും ഒക്കെ കുറച്ച് അച്ഛന്റെ ആത്മാംശം അതിൽ വന്നൊരു നാടകമായിരുന്നു അത്. അപ്പോൾ അത് വളരെ ആസ്വദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം ദീപാരാധന ചെയ്യുന്നത് നോക്കൂ, ആരാണെന്ന് നോക്കുമ്പോൾ ചെറിയ തിരുമേനി ദീപാരാധന ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛനെ തന്നെയാണ് അച്ഛൻ റെപ്രസെന്റ് ചെയ്ത് അവിടെ അവതരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അച്ഛനൊരു ചിരിയിൽ ഒതുക്കിയത്. അപ്പൊ അതിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ റേഡിയോ നാടകങ്ങൾ, അതിന്റെ ഒപ്പം തന്നെ നാടക ഗാനങ്ങൾക്കും ഒരു സ്ഥാനം ആകാശവാണി എപ്പോഴും കൊടുത്തിട്ടുണ്ട്. നാടക ഗാനങ്ങൾ എങ്ങനെയായിരുന്നു കേൾക്കുമ്പോ? ഇപ്പൊ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അത് വളരെ അപ്രാപ്യമോ, അല്ലെങ്കിൽ അവരത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായിരുന്നു നാടകത്തിന്റെ പ്രാധാന്യം. നാടക ഗാനങ്ങൾ ഒരു കാലത്ത് ഇവിടെ ആളുകൾ സിനിമാ ഗാനങ്ങളെക്കാൾ പോപ്പുലറായി പാടിക്കൊണ്ട് നടന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ. അതുകൊണ്ട് നാടകഗാനങ്ങളും ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഈ ചക്കരപ്പന്തലിൽ തെന്മഴ ചൊരി എന്നൊക്കെ ഉള്ളത് സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്നത് തന്നെയാണ്, ഇഷ്ടമാണ്. പിന്നെ ആ ബലികുടീരങ്ങളെ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ സംഘമായിട്ടൊക്കെ സ്കൂളിൽ പാടാറുണ്ടായിരുന്നു. അങ്ങനെ ഈ പോപ്പുലറായിട്ടുള്ള മിക്ക നാടകഗാനങ്ങളും പാടി ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പൊ അച്ഛനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ? അച്ഛന് പൊതുവെ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ആളായിരുന്നു.
നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വിഷമങ്ങളോ ഒക്കെ അങ്ങനെ ചോദിക്കുകയാണ് കൂടുതലായിട്ട് സംസാരം ഉണ്ടാവുക. പിന്നെ അച്ഛൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആവാൻ, പ്രത്യേകിച്ച് കുട്ടിക്കാലം തൊട്ട് തന്നെ അച്ഛൻ്റെ പോലീസ് അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പം എല്ലാ വർഷവും അതിൻ്റെ വാർഷികം ഒക്കെ ഉണ്ടാവും. അപ്പം എന്നോട് പറയും വാർഷികമൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് സ്റ്റേജ് ചെയ്യാം. അപ്പോൾ നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് ചെറുപ്പത്തിൽ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഈ ഡാൻസ് ക്ലാസ്സിലൊക്കെ ചേർത്ത് അരങ്ങേറ്റമൊക്കെ 2ാം ക്ലാസ്സിലായപ്പോഴേക്കും അരങ്ങേറ്റം ചെയ്തു. അതുകൊണ്ട് പോലീസ് അസോസിയേഷന്റെ എല്ലാ വർഷത്തെയും പ്രോഗ്രാമുകളിൽ എൻ്റെ ഒരു ഡാൻസ് ഉണ്ടാവും. പിന്നെ അച്ഛൻ്റെ നാടകങ്ങളിൽ അങ്ങനെ എന്നെ ഇൻവോൾവ് ആക്കിയിട്ടില്ല. കുട്ടി വേഷങ്ങളൊക്കെ കുറവായതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലെങ്കിലും എനിക്ക് അച്ഛൻ്റെ നാടകത്തിൽ അഭിനയിക്കണം എന്നൊക്കെ. അതെ, നമുക്ക് ബാലലോകത്തിൽ കുറുക്കനായുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറയാല്ലേ. അതൊന്നും അവിടെ വില പോയില്ല. നിനക്ക് പറ്റിയ റോളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അമ്മയെ വരെ അഭിനയിപ്പിച്ചു വെച്ചു. കാരണം ഞങ്ങളൊക്കെ കാണുമ്പോൾ എപ്പോഴും സുകുമാർ എന്ന ആ പേരിനെ അന്വർത്ഥമാക്കും വിധം വളരെ സൗകുമാര്യമുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വെള്ളയും ഇട്ടിരിക്കുന്ന, അങ്ങനെ വളരെ ഐശ്വര്യപൂർണമായ ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം എപ്പോഴും തമാശ പറയുന്ന ഒരാളായിരിക്കുന്നൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്. പക്ഷെ വീട്ടിൽ അദ്ദേഹം കുറച്ചുകൂടി ഗൗരവക്കാരനായിരുന്നു. ഇത് ഇപ്പോ 2023 മികച്ച ശബ്ദകലാകാരിക്കുള്ള അവാർഡ് ലഭിക്കുകയാണ്. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി. പ്രശസ്ത നർത്തകയായിട്ടുള്ള ലീല സാംസൺ ആണ് അതിൽ ശബ്ദം കൊടുത്തത്. ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ, ഇപ്പോൾ ഞാൻ താങ്കളെ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ പറഞ്ഞു, ഞാനൊരു അവിചാരിത ശബ്ദകലാകാരിയാണ് എന്ന് പറഞ്ഞു. ഞാനിത് അന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ശബ്ദം കൊടുക്കുകയും തുടർന്ന് ഇതെടുക്കാൻ നിർബന്ധിതയാകുകയും ചെയ്ത ഒരു ശബ്ദകലാകാരിയാണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു എനിക്കും ഈ ശബ്ദം കൊടുക്കാൻ പറ്റും, ആളുകളുടെ ഭാവം ഉൾക്കൊണ്ട് എനിക്ക് അതിനനുസരിച്ച് ഉണ്ടനക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലായ അതെങ്ങനെയായിരുന്നു? അത് ഞാൻ വർക്ക് ചെയ്ത ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. ഞാനൊരു അഡ്വർടൈസിങ് ഏജൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഈ ഇൻഫർമേറ്റീവ് പ്രോഗ്രാംസ് എല്ലാം ചാനലിലേക്ക് കൊടുക്കുന്ന ഒരു പ്രധാന ജോലി അവരുടെ അതായിരുന്നു. അപ്പോൾ നമുക്ക് ചില അവശ്യഘട്ടങ്ങളിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ സേവനം ചില സമയത്ത് ലഭ്യമാകാതെ വരാറുണ്ടായിരുന്നു. അപ്പോൾ വലിയ പരിക്കുകളില്ലാതെ ഇത് ചെയ്യാൻ പറ്റുന്ന എനിക്കുള്ളിലൊരു തോന്നലുള്ളതുകൊണ്ട്, ഈ പഴയ കുറുക്കന്റെ വോയിസ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ MD-യോടൊക്കെ പറഞ്ഞു, ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, ഇപ്പോൾ ആള് വരാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് കൊടുത്തു നോക്കാം, ഓക്കെ ആണെങ്കിൽ നമുക്കിതങ്ങ് തന്നെ സെൻഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാ നോക്കൂ എന്ന് പറഞ്ഞിട്ട് വോയിസ് കൊടുത്തപ്പോൾ പൊതുവെ സ്റ്റാഫിന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ 1-2 ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഡബ്ബിങ്ങുകൾ എനിക്ക് എന്റെ സ്ഥാപനത്തിന് തന്നെ വേണ്ടി ചെയ്യാൻ പറ്റി. അവർക്കറിയായിരുന്നോ നമ്മുടെ പൂർവ്വചരിത്രമൊക്കെ? ഒന്നും അറിയില്ല. കോട്ടൺ ഹില്ലിലേക്ക് മിന്നൻ താരമായിരുന്നു, അതൊന്നും അറിയില്ലായിരുന്നു. ഇല്ല. അത്രത്തോളം ഒന്നും ഞാൻ അവിടെ റിവീൽ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം മാത്രമായിരുന്നല്ലോ. അങ്ങനെ ഇത് ഓക്കെയാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ വർക്കുകൾക്കൊക്കെ, വലിയ ബഡ്ജറ്റ് വരുന്ന വർക്കിന് മാത്രം നമുക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വിളിക്കുക, ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് തന്നെ ചെയ്തു പോകാം എന്നുള്ള ഒരു ബിസിനസ് തിങ്കിങ് എൻ്റെ MD-ക്ക് വന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടപ്പെട്ടു, ഞാനും അതിലേക്ക് താല്പര്യപ്പെട്ടു. അങ്ങനെയാണ് ഡബ്ബിംഗ് കുഴപ്പമില്ലാത്ത ഒരു മേഖലയാണെന്നും പ്രത്യേകിച്ച് പരസ്യങ്ങളിലേക്ക് പറയാൻ പറ്റിയ വോയിസ് ആണെന്നും ഒക്കെ ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചത്. പിന്നീട് വീട്ടില് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്, വർക്ക് കിട്ടാൻ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ പോയി സ്വന്തമായിട്ട് നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ട് വെക്കുക. അപ്പം എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അവർ വിളിക്കല്ലോ എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഒരു ദിവസം, അന്ന് ഇത്ര സ്റ്റുഡിയോസ് ഒന്നും ഇല്ല എറണാകുളത്ത്, ഒരു 3-4 ഉള്ളൂ, അവിടെയൊക്കെ പോയിട്ട് നമ്പറൊക്കെ കൊടുത്തു. എന്തെങ്കിലും സീരിയലോ പരസ്യമോ സിനിമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വോയിസ് ടെസ്റ്റിനൊക്കെ ഒന്ന് വിളിച്ചാൽ കൊള്ളാം എന്നൊക്കെ, അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്. അത് നന്നായും തോന്നുന്നു. പിന്നീട് പല അവസരങ്ങളിലും ചെറിയ ശബ്ദങ്ങളാണെങ്കിൽ പോലും, ബിറ്റ് വോയിസുകളാണെങ്കിൽ പോലും എന്നെ വിളിച്ച് വോയിസ് നോക്കിയിട്ട് അങ്ങനെ ഏഷ്യാനെറ്റിലേക്ക് 1-2 സീരിയൽ, തനിച്ച് എന്നൊക്കെ പറയുന്ന സീരിയലിലൊക്കെ ഒരു പ്രധാന കഥാപാത്രത്തിന് സുബ്ബലക്ഷ്മി അമ്മയ്ക്കൊക്കെ വോയിസ് കൊടുക്കാൻ അങ്ങനെ വിളിച്ചു. പിന്നെ സംഘടന വന്നു, മാക്ട ഉണ്ടായി. അതിൽ മെമ്പർഷിപ്പ് എടുത്താലാണ് സിനിമ ചെയ്യാൻ നമുക്കൊരു ആധികാരികത വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വലിയ എമൗണ്ട് ഒന്നും ഇല്ല ഇതിന് മെമ്പർഷിപ്പ് എടുക്കാൻ. അങ്ങനെ അതിലേക്ക് മെമ്പറായി. മാക്ട മാറി പിന്നെ FEFCA ആയി. അങ്ങനെ അതും വളർന്നു, ഞാനും വളർന്നു. പിന്നെ സിനിമയിലെ വ്യത്യസ്ത ലെവലിലുള്ള ഡബ്ബിംഗ് ഉണ്ട്.
ഞാൻ സൂചിപ്പിക്കാം അതിനെപ്പറ്റി. ഈ ക്രൗഡ് എന്നൊക്കെ പറയുന്ന വിഭാഗമുണ്ട് അതില്. നമ്മളെ ആൾക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ബസ് സ്റ്റാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കൂട്ടത്തിന്റെ ശബ്ദം അതെ, എല്ലാം. ഇപ്പൊ കോടതി, അവിടെയും നമ്മൾ എയർപോർട്ട്, ഇതൊക്കെ വെറൈറ്റി ചെയ്യാൻ അറിയണം. അത് ടാലന്റഡ് ആയവർക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും സംസാരിക്കും, അധികം നമ്മളിങ്ങനെ ഒരു മർമർ സൗരമൊക്കെ ഉണ്ടാക്കി മർമർ മതി എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം മർമർ. അല്ലെങ്കിൽ ഒരു 3 പേര് നിന്ന് സംസാരിക്കുന്നു, ഒരു അഡ്വക്കേറ്റിന്റെ കൂട്ടിട്ട ആളും വേറെ 2 സ്ത്രീകളും ഒക്കെ ആണെങ്കിൽ നമ്മളെ സാറേ നമ്മുടെ കേസിന്റെ കാര്യം എന്തായി എന്നൊക്കെ പറയുമ്പോൾ ആ പുള്ളി തിരിച്ച് ഉടനെ ഒരു മറുപടി പറയണം. ഞാനത് ഇന്ന ദിവസം വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നില്ലല്ലോ, നിങ്ങളെ ഫീസ് തരാത്ത എന്താണ്, സാറ് ചോദിക്കുന്നുണ്ട്, അത് തന്നാലേ നമുക്ക് ഒരു ഡേറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴേക്കും സീൻ അങ്ങോട്ട് മാറിപ്പോകുന്നു. അത് ചിലപ്പോൾ സിനിമയുടെ പ്രധാന കഥാതന്തുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാവും ആളുകൾ പറയാൻ സാധ്യതയുള്ളത് എന്നറിഞ്ഞ് ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ സംസാരിക്കുകയും വേണം. അതെ അതെ. അപ്പോൾ സെക്കൻഡറി വോയിസ് ആയിട്ട് അത് വരാറുണ്ട് പലതിലും. ഇപ്പൊ ഈ ഡോൾബി സിസ്റ്റം ഒക്കെ ആയത് കാരണം ആ പ്രൈമറി വോയിസ് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കാണ് പോകുന്നെങ്കിൽ ഇവരുടെ വോയിസ് ഫീബിളായിട്ട് ഇത് കേൾക്കും, ഒരു സ്പീക്കറിലൂടെ അത് കേൾക്കുന്നുണ്ടാവും. അപ്പോഴാണ് ശരിക്കും നമ്മൾ ആ സ്ഥലത്ത് പോയി എത്തുന്ന ഒരു ഫീൽ കിട്ടുള്ളൂ. അതെ അതെ. പിന്നെ ഈ ചില ഏരിയയിലൊക്കെ ഇപ്പത്തരം സിനിമയില്ല, എന്നാൽ പോലും ഈ ഓല മെടഞ്ഞുകൊണ്ടിരിക്കുന്നു, തേങ്ങ ഇടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പറമ്പ് കാണിക്കുന്ന ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ വിളിച്ചു പറയല്ലേ ഊയ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ തേങ്ങ ഇങ്ങോട്ട് അടുക്കിക്കോ കേട്ടോ, ഒന്ന് എടാ അപ്പുവേ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മുടെ ശബ്ദം അവിടെ കേൾക്കും. മറ്റു ശബ്ദങ്ങളില്ല അവിടെ. അപ്പൊ ആ സിറ്റുവേഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് അതൊക്കെ. വള്ളം ഊന്നുന്ന ആളുണ്ടെങ്കിൽ അയാള് ദൂരെ നിന്ന് വള്ളം ഊന്നുമ്പോ കൊടുക്കുന്ന ശബ്ദം, അങ്ങനെയൊക്കെ. അതൊക്കെയാണ് ആദ്യം നമ്മള് ചെയ്യുക ഈ ക്രൗഡ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് അങ്ങനത്തെ ആയിരിക്കും, പിന്നെ പടിപടിയായാണ് ഉയർന്നു വരുന്നത്. ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ നമ്മുടെ ശബ്ദം കേട്ടത് ഏത് സിനിമയിലായിരുന്നു? അത് എന്നിട്ടും എന്ന് പറയുന്ന സിനിമയില് ഒരു ക്യാൻറ്റീൻ ഗേള്, അതായത് കോളേജ് ക്യാമ്പസ് ആണ്, അവിടുത്തെ ക്യാൻറ്റീനിലെ കുറച്ചൊരു പഞ്ചാര പെൺകുട്ടിയുടെ വോയിസ് ആണ്. അപ്പൊ ഒരു പഴംപൊരിയും കൂടി തിന്നാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കുന്ന, അതായത് ക്യാൻറ്റീനിലെ നടത്തുന്ന ഉടമസ്ഥന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു പെൺകൊച്ചിനെ ബാക്കിയുള്ളവരൊക്കെ വശീകരിച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ചെലവാക്കിക്കുന്ന ഒന്നങ്ങ് തിന്നേ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് ഡയലോഗുകൾ കൊടുക്കുന്ന ഒരു ലേഡിയാണ്. അത് എനിക്ക് തോന്നുന്നു 2004 ആ സമയത്തെങ്ങാണ്ട്, അത്രയും പഴക്കം ചെന്ന സംഭവമാണ്. അതിനകത്താണ് ആദ്യമായിട്ടൊരു ഇൻഡിവിജ്വൽ വോയിസ് എന്റെ കേൾക്കുന്നത്. ടൈറ്റിൽ കാർഡിൽ പേരൊക്കെ തെളിഞ്ഞു കാണുന്നു, അപ്പൊ സന്തോഷമായി. പരസ്യരംഗത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും റേഡിയോ പരസ്യങ്ങളും പോയിട്ടുണ്ടാവുമല്ലോ. ആകാശവാണിയിലൂടെ പരസ്യം കേട്ടിരുന്നോ? സ്വന്തം ശബ്ദം അവിചാരിതമായി കേട്ട് കേട്ടിട്ടുണ്ട്. എന്റെ വോയിസ് ആണല്ലോ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കേട്ടു? അതെ അതെ. 1-2 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പരസ്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, വോയിസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അന്ന് ആ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് കൂടുതൽ വന്നിട്ടില്ല. പിന്നെ ഇപ്പം പരസ്യങ്ങൾ ചെയ്യുന്നതെല്ലാം, ഇപ്പൊ ഇന്നലെയും ഒരു പരസ്യം ചെയ്തിട്ടുണ്ട് ഓണം പ്രമാണിച്ച്. ഇതെല്ലാം വരുന്നത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ തിയേറ്റർ ആഡായിട്ടോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ജ്വല്ലറിയുടെ അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ കുറെ അവിടെ വീണ് കിട്ടാറുണ്ട്. പിന്നെ സുബ്ബലക്ഷ്മി അമ്മയുടെ ജ്വല്ലറി ആഡുകളിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ലാഭ, വാങ്ങിക്കോ നല്ല ലാഭ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരുടെ ശബ്ദം കൊടുക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഒരു മുഴുനീള ശബ്ദകലാകാരിയായി മാറുകയാണ്. ഈ സിനിമയിലേക്ക് നമുക്കിപ്പോൾ സംസ്ഥാന അവാർഡ് അത് ലഭിക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു. പിന്നെ നമ്മൾ വേറൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണല്ലോ. അതിന് ഇങ്ങനെ ഒരു കാര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? അങ്ങനെ ആയിരിക്കില്ലല്ലോ നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അർപ്പണത്തോടുകൂടി മറ്റേതൊരു ജോലി ചെയ്യുന്നത് പോലെയും ചെയ്യുകയാണ്. അപ്പോൾ സംസ്ഥാന അവാർഡ് ജേതാവ് എന്ന പദവി ലഭിച്ചപ്പോൾ എന്താ ഉത്തരവാദിത്തം കൂടിയും തോന്നിയോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി ആയിട്ടല്ല, ഞാൻ എന്റെ ഒരു പാഷനാണ്. ഇത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതൊരു എന്നും പുതിയത് ചെയ്യാൻ പറ്റുന്നത് ഒരു നേട്ടമായിട്ട് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ ഒരു പരസ്യം ചെയ്താൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും, പിന്നെ അവരുടെ അപ്രീസിയേഷൻ, അമ്മയുടെ വോയിസ് നന്നായിട്ടുണ്ട് കേട്ടോ ഇതില് എന്ന് ഇപ്പൊ എല്ലാവരും അമ്മ ലെവലിലാണ് വിളിക്കുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് വലിയൊരു അവാർഡാണ്. അപ്പൊ അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും വേണ്ടത് അതാണല്ലോ. ഒരാള് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു,
അല്ലെ, മറ്റൊന്നും തിരിച്ചു തരാതെ നമുക്ക് നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം കൂടുകയുള്ളൂ. തീർച്ചയായും. അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുന്നു. അപ്പൊ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ലീല സാംസണ് പറ്റിയ ശബ്ദം ഏതാണെന്ന് അറിയാൻ വേണ്ടി അവർ പലരെയും നോക്കിയിരുന്നു, എന്നിട്ടാണ് താങ്കളുടെ പേരിലേക്ക് എത്തിയതെന്ന്. അപ്പൊ ഈ സിനിമയ്ക്കായിട്ട് എന്തെങ്കിലും മുഴുനീള കഥാപാത്രമാണ്, ഏതാണ്ട് ആ ലീല സാംസൺ എന്ന ആ നടിയുടെ ഒരു വ്യൂ പോയിന്റിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും തയ്യാറെടുപ്പൊക്കെ നടത്തിയിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ പറയണം, വേറൊരാളുടെ മുഖം നോക്കി അവർക്ക് വരുന്ന എന്ത് ഭാവമാണെന്ന് നോക്കിയിട്ടാണല്ലോ അത് ശബ്ദത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരുപാട് പ്രിപ്പറേഷൻ വേണ്ടി വന്നതായിരുന്നു. 22 സീനോളം ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. അത് 4 ദിവസം എടുത്തു. പിന്നെയും ഒരിക്കൽ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ജസ്റ്റേഴ്സ് ഒക്കെ വരുന്നിടത്തൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരുദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഞാൻ ഉയരാനായിട്ട് വളരെയധികം പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒത്തിരി ഹയർ ഐഡിയാസ് ഉള്ള ഒരു എനർജറ്റിക് ഡയറക്ടറായിരുന്നു ഈ അഭിജിത്ത് അശോകൻ. അപ്പോൾ അദ്ദേഹം എന്താണോ ആവശ്യപ്പെടുന്നത് ആ ലെവലിലേക്ക് എൻ്റെ ശബ്ദം കൊണ്ടെത്തിക്കുക എന്നുള്ളത് കുറച്ചൊരു എഫേർട്ട് തന്നെയായിരുന്നു. അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ റിസൾട്ട് ആയിരിക്കാം ഇത്. കൂട്ടായ ശ്രമത്തിൻ്റെയാണ്, എൻ്റെ ഒറ്റയ്ക്കുള്ള നേട്ടമല്ലാതെ. ആ ക്രൂ അങ്ങനെ ആയിരുന്നു. 4 ദിവസവും അവരെ എൻ്റെ ഒപ്പം നിന്നിട്ടാണ് ഈ ഡബ്ബിംഗ് പൂർത്തീകരിച്ചത്. ശബ്ദം മാത്രമായിരിക്കുമല്ലോ, നമ്മൾ അവരുടെ ആരാണോ സ്ക്രീനിലുള്ളത് അവരുടെ ശ്വാസം തൊട്ട് ശ്രദ്ധിക്കണമല്ലോ. ശ്വാസം, നെടുവീർപ്പ് ഓരോന്നും ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യണം. അതെ അതെ. അപ്പോ അവിടെ ലീല സാംസണായി ജീവിക്കുകയായിരുന്നു ആ ദിവസം. ഈ നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംസ്ഥാന അവാർഡ് ജേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ സലീം കുമാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷം എനിക്ക് പഴയ പോലെ തമാശ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കൂടുതൽ ഗൗരവക്കാരനായി മാറ്റപ്പെടുകയാണ്, എനിക്ക് തമാശ കഥാപാത്രങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന്. ഇപ്പോ ഇതൊരു പദവിയോടൊപ്പം ഇതൊരു ഉത്തരവാദിത്വം കൂടെയാണല്ലോ. അപ്പൊ താങ്കള് പണ്ട് ഇതുപോലെ ക്രൗഡ് വോയിസ് ഒക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ ഇങ്ങനെ മുഴുനീള കഥാപാത്രങ്ങളെ മാത്രം ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളത്തിലേക്ക് നമ്മൾ തളച്ചു എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, നമ്മള് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അവര് തളച്ചിടും എന്നെനിക്കൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കും ക്രൗഡ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനും എന്നെ വിളിക്കണമെന്നും അത് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ഞാൻ ഇതിന്റെ അതോറിറ്റീസിനെ അറിയിച്ചതുകൊണ്ട് ഇപ്പോഴും ഇടയ്ക്ക് എന്നെ വിളിക്കും. പക്ഷെ അവർക്കൊരു സന്തോഷമാണ്, എനിക്ക് അതിലേറെ സന്തോഷമാണ് ഒരു ഗ്രൂപ്പിന്റെ ഒപ്പം നിന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അവരൊരു സങ്കോചത്തോടെ ആയിരിക്കും വിളിക്കുന്നത്, അവാർഡൊക്കെ കിട്ടിയ ആളാണ്. തമാശയ്ക്ക് പറയും, ചേച്ചിനിപ്പോ ഞങ്ങളെയൊക്കെ ഒപ്പം വന്നിട്ട് ചെയ്യുമോ എന്ന്. പക്ഷെ അതാണ് കൂടുതൽ സന്തോഷം തരുന്നത് എനിക്ക്. പിന്നെ വെറൈറ്റി കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും എനിക്ക് ഒരേ സ്റ്റാൻഡേർഡ് ലെവലുള്ള ശബ്ദമല്ല കിട്ടാറ്. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ ഒരു കൈനോട്ടക്കാരിയുടെ ശബ്ദമുണ്ട്. അവര് പല്ലൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അവരുടെ ശബ്ദം എന്ന് പറയുമ്പോൾ സ്വീറ്റോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിഗ്നിഫൈഡോ വോയിസ് അല്ല. അവര് മഞ്ജു പിള്ള മാഡത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ഭയങ്കര പ്രശ്നത്തിലാണ്, അപകടത്തിലാണ്, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഈ ചെലമ്പിച്ച ശബ്ദത്തിലാണ് പറയുന്നത്. അവര് ചിലപ്പോൾ അവരുടെ തൊഴിൽപരമായി ഉറക്കെ സംസാരിച്ച് തൊണ്ട വേറൊരു രീതിയിലായിരിക്കും, കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും. സൂക്ഷിക്കാൻ പറയണം, അപകടം അവന്റെ തൊട്ട് പിന്നിലുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും. ആ ലെവലില് നമ്മുടെ ശബ്ദം അവര്, നമ്മളെ ശബ്ദം മാത്രമല്ല നമ്മൾ ശരിക്കും തലച്ചോറും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ജോലിയല്ല, ഒരു കല തന്നെയാണിത്. നമ്മിപ്പോ സിനിമയുടെ കാര്യങ്ങളിലേക്കെല്ലാം പറഞ്ഞുപോയി. ഇതിനൊപ്പം തന്നെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഒരു രോഗത്തിന്റെ രൂപത്തിൽ താങ്കളുടെ അടുത്തേക്ക് വന്നു, അതിന്റെ ചികിത്സയിലുമാണ്. അപ്പോൾ ഈ ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? എങ്ങനെയാണ് അതിൽ നിന്നും മറികടക്കണം, ഞാനിങ്ങനെ ഇരുന്ന് പോകേണ്ട ഒരാളല്ല എന്നൊക്കെ മനസ്സിലെങ്ങനെ കൊണ്ടുവന്നത്? അത് കേട്ട ആ ഒരു ദിവസം ഞാൻ കുറച്ച് നിരാശയിലായിരുന്നു. അതായത് ഞാൻ അറിഞ്ഞിട്ടുള്ള ക്യാൻസർ രോഗികളെല്ലാം അവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ മരിച്ചു പോകുന്നവരാണ് എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ഫാമിലിയിലുള്ള മക്കളൊക്കെ പ്രത്യേകിച്ചും അതൊന്നും എല്ലാത്തിന്റെയും ഉത്തരം ക്ലോസ് ആവുക എന്നുള്ളതല്ല അമ്മ എന്നുള്ള രീതിയിൽ അവരും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ്
കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ജനിച്ചോ മരിക്കണം, ജനനത്തിന്റെ അന്ത്യം മരണം എന്നാണ്. അപ്പോൾ ആ മരണത്തിലേക്ക് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് നാളെ മരിക്കാൻ റെഡിയായി ഇന്നേ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കാം, ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടതെന്ന് തോന്നിയിട്ട് കൂടുതൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോഴാണെന്ന് പറയാം. ഫാമിലിയെ ശ്രദ്ധിക്കുന്നതിനൊരു ഞാൻ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, എനിക്ക് ഭക്ഷണം കൃത്യമായിട്ട് തരിക, മരുന്നുകൾ കൃത്യമായിട്ട് തരിക, ഇതൊക്കെ ഞാൻ എന്നെ ശുശ്രൂഷിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് വന്നു. ഞാൻ കുറച്ച് നാളും കൂടിയൊക്കെ ഭംഗിയായിട്ട് പോകും, കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു വിൽ പവർ ഇപ്പോഴും എന്നിലുണ്ട്. കീമോ തുടരുന്നുണ്ടെങ്കിലും ഞാൻ ഇന്നും ഇന്നലെയും വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ത്രോട്ടിനെ അത് ബാധിക്കാതിരിക്കണം എന്നൊരു പ്രാർത്ഥന, നിശബ്ദ പ്രാർത്ഥന. പിന്നെ എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്നത് കൊണ്ട് ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കഷ്ടം ഒരു കഷ്ടമേ അല്ല എന്ന് തോന്നുന്ന തലത്തിൽ ഒരു ആശ്വാസം മനസ്സിലുണ്ടാവാറുണ്ട്. അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമല്ലോ, അഫക്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ. അപ്പോൾ അവർക്കൊന്നും ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയല്ലേ നമ്മുടെ പ്രാർത്ഥന വേണ്ടത്, നന്നായി ജീവിക്കാൻ. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പം താങ്കളുടെ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും ഒക്കെ ആ ചിരിയിലും കണ്ണിലും സ്ഫുരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും വീട്ടില് നമ്മൾ വീട്ടമ്മമാരെന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആളുകൾ പിന്നണിയിലേക്ക് മാറി കുടുംബത്തിന് വേണ്ടി ജീവിതം പൂർണ്ണമായും സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ ഈ സ്വയം സ്നേഹിക്കുക, സ്വയം നമുക്ക് വേണ്ടി ജീവിക്കുക, നമുക്ക് വേണ്ടി ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെ? പലപ്പോഴും വീട്ടമ്മമാരെ നമ്മുടെ അമ്മമാരൊക്കെ നല്ലൊരു ഭക്ഷണം വെച്ചാൽ, ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഭക്ഷണം വെച്ചാൽ ഇത് മക്കൾക്കിരിക്കട്ടെ അല്ലെങ്കിൽ ഇത് ഭർത്താവിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാറാണ് പതിവ്. ഇത് എനിക്കിരിക്കട്ടെ, അല്ലേ? ആദ്യം ഞാൻ കഴിക്കുക എന്നുള്ള പോളിസി ഇപ്പൊ അതെ, അതെന്തോ മോശമായ കാര്യമായിട്ടായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അങ്ങനെ മാറി ചിന്തിക്കട്ടെ അല്ലെ എല്ലാവരും. അതെ, ഇത് മാത്രമല്ല, എന്റെ ഡോട്ടറിലോ രണ്ടാമത്തെ മകന്റെ ഭാര്യ എന്റെ ഒപ്പം ഉണ്ട്. അപ്പൊ അവളുടെയും പോളിസി ഇതാണ്. അമ്മ ഇത്രയും നാള് എല്ലാവരെയും നോക്കിയില്ലേ, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, ഞാൻ വൈകി വന്ന ആളാണ് ഈ വീട്ടിലേക്ക്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ സന്തോഷമല്ലേ വലുത്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവി പറക്കുന്ന ഭക്ഷണം അമ്മ കഴിക്കുന്നതാണ് ശരി എന്നാണ് പറയുന്നത്. അപ്പൊ കൂട്ടത്തിൽ കൂടി അവളും കഴിക്കും. ഞങ്ങളാണ് എന്തുണ്ടാക്കിയാലും ആദ്യം ഞങ്ങൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. ഞങ്ങളാണിപ്പോ എൻജോയ് ചെയ്യുന്ന ലൈഫ്. അപ്പോ ഇങ്ങനെ ജോലിയിലും കൂടുതൽ കൂടുതൽ വ്യാപൃതയായി അങ്ങനെ സ്വയം സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മൾ ആത്മസഖിയുടെ ഏതാണ്ട് സമയം അവസാനിക്കാറായി. ആകാശവാണി കേൾക്കുന്നവരോട്, ആകാശവാണി ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട്, അവരോട് എന്താ പറയാനുള്ളത്? ആകാശവാണി എന്തുകൊണ്ടാണ് ആളുകൾ ഇനിയും കേൾക്കേണ്ടത്? ആകാശവാണി ആണ് എന്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കി തന്ന ഒരു സുഹൃത്ത്. ഈ ആത്മസഖി എന്ന് തന്നെ പറയാവുന്ന അന്വർത്ഥമാണ് ആ പേര്. അപ്പോൾ നിങ്ങൾക്കൊരു ആത്മസഖിയെ അല്ലെ ആത്മസുഹൃത്തിനെ വേണോ, നിങ്ങൾ ആകാശവാണി കേൾക്കൂ. കേട്ട് വരുമ്പോൾ കൂടുതൽ അടുക്കും. നമുക്ക് എപ്പോഴും ആവശ്യം ഒരു ആത്മാർത്ഥ സുഹൃത്തിനെയാണല്ലോ. ഈ ആത്മാർത്ഥ സുഹൃത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും സംസാരിക്കുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് ആകാശവാണിയിലൂടെ കിട്ടും. അപ്പോൾ ഇതുവരെ കേൾക്കാത്തവർ ഇനി കേട്ടു തുടങ്ങൂ, ഒരിക്കലും പിരിയാൻ പറ്റില്ല. പിന്നെ ഒത്തിരി നന്ദി ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന്. നന്ദി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.